ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ ഉരുൾപൊട്ടൽ ബാധിത മേഖലകളിൽ വ്യോമനിരീക്ഷണം നടത്തുകയാണ്. ഹെലികോപ്റ്ററിൽ ഒപ്പം മുഖ്യമന്ത്രിയും ഗവർണറും അടങ്ങുന്ന സംഘമുണ്ട്. അല്പസമയം മുൻപാണ് അദ്ദേഹം കണ്ണൂർ വിമാനത്താവളത്തിൽ പ്രത്യേക വിമാനത്തിൽ വന്ന് ഇറങ്ങിയത്. പ്രധാനമന്ത്രിയെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്നായിരുന്നു സ്വീകരിച്ചത്. തുടർന്ന് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഗവർണറും അടങ്ങുന്ന സംഘം എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററിൽ കൽപ്പറ്റയിലേക്ക് തിരിക്കുകയായിരുന്നു. വയനാട് ദുരന്തഭൂമിയിൽ ഇപ്പോൾ വ്യോമനിരീക്ഷണം പുരോഗമിക്കുന്നു. ഇതിനുശേഷം കൽപ്പറ്റ SKMJ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലായിരിക്കും ഇറങ്ങുക. അതിനുശേഷമായിരിക്കും ദുരന്ത ബാധിത മേഖലകൾ നേരിട്ട് സന്ദർശിക്കുക. സന്തോഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സന്തോഷ്, പ്രത്യേകം ഒരു ക്രമീകരണമുണ്ട് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട്. അതിൽ ആദ്യപടിയായി ഈ വ്യോമ നിരീക്ഷണം കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ഈ ദുരന്തമുണ്ടായതിനു ശേഷം പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്ന് പറയുന്നത്. അത്രത്തോളം വലിയ പ്രതീക്ഷ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന വിഷയത്തിലും വയനാടിനായി പ്രത്യേക പാക്കേജ് അനുവദിക്കുന്ന വിഷയത്തിലും പറയൂ. കാവ്യ, ഇപ്പോൾ വ്യോമനിരീക്ഷണം പൂർത്തിയാക്കി പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ ഇപ്പോൾ ഈ കൽപ്പറ്റയിലെ പ്രത്യേകം തയ്യാറാക്കിയ ഹെലിപ്പാഡിൽ ഇറങ്ങുകയാണ്. പ്രധാനമന്ത്രി ഇവിടെ നിന്നും ഇനി റോഡ് മാർഗമായിരിക്കും ചൂരൽമലയിലെ ബെയിലി പാലത്തിന് സമീപത്തേക്ക് പോകുന്നത്. മന്ത്രിമാരായ OR കേളു, K രാജൻ, T സിദ്ദിഖ്, അതോടൊപ്പം തന്നെ ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിനായി ഇവിടെ ഹെലിപാഡിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ നിന്നും റോഡ് മാർഗം ചൂരൽമലയിലെ ബെയിലി പാലത്തിൻ്റെ സമീപത്തേക്കാണ് പ്രധാനമന്ത്രി പോവുക. അവിടെ നിന്നും സ്കൂൾ റോഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളും സന്ദർശിക്കും. ബെയിലി പാലത്തിലൂടെ നടന്നുകൊണ്ട് പ്രധാനമന്ത്രി അവിടെ നിരീക്ഷണം നടത്തുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം വളരെ പ്രാധാന്യം അർഹിക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ബെയിലി പാലത്തിലൂടെ നടന്നുകൊണ്ട് ചൂരൽമലയിലെ തകർന്ന പ്രദേശങ്ങൾ പ്രധാനമന്ത്രി കാണും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം അവിടെയുള്ള റോഡ് മാർഗം ചൂരൽമലയിൽ സന്ദർശനം നടത്തിയതിന് ശേഷം ദുരിതാശ്വാസ ക്യാമ്പും പിന്നീട് മേപ്പാടിയിലെ വിംസ് ആശുപത്രിയും സന്ദർശനം നടത്തും. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ ഈ ഹെലിപാഡിൽ കൽപ്പറ്റയിലെ SKJM സ്കൂളിൽ പ്രത്യേകം സജ്ജീകരിച്ച ഹെലിപാഡിൽ ഇറങ്ങിയിരിക്കുകയാണ്. 3 ഹെലികോപ്റ്ററുകളിലായാണ് പ്രധാനമന്ത്രിയും സംഘവും ഇവിടേക്ക് എത്തുന്നത്. അതിൽ പ്രധാനമന്ത്രിയുടെ വിമാനത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയും സംസ്ഥാന DGPയും ചീഫ് സെക്രട്ടറിയും പ്രധാനമന്ത്രിക്ക് ഒപ്പം തന്നെയാണ് ഉള്ളത്. ഈ വ്യോമ നിരീക്ഷണത്തിൻ്റെ ഘട്ടത്തിൽ പ്രധാനമന്ത്രിക്ക് കാര്യങ്ങൾ ചീഫ് സെക്രട്ടറി വളരെ കൃത്യമായും തന്നെ പ്രധാനമന്ത്രിയും ചീഫ് സെക്രട്ടറിയും കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. എത്രത്തോളമാണ് ഇതിൻ്റെ ഒരു ആഘാതം എന്നുള്ളത് പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ പ്രതിനിധികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത്. ഇപ്പോൾ ആദ്യം ലാൻഡ് ചെയ്ത ഹെലികോപ്റ്ററിൽ നിന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ, പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ SPG ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. 3 ഹെലികോപ്റ്ററുകളിലേക്കായാണ് പ്രധാനമന്ത്രിയും സംഘവും ഇപ്പോൾ കൽപ്പറ്റയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നും MI-17 ഹെലികോപ്റ്ററിൽ പ്രത്യേക ഹെലികോപ്റ്ററിൽ ഈ ദുരന്തബാധിത മേഖലകളിലേക്കാണ് നേരിട്ട് പ്രധാനമന്ത്രി പോയത്. അവിടെ ദുരന്തബാധിത മേഖലകളിൽ വ്യോമ നിരീക്ഷണം നടത്തിയതിന് ശേഷമാണ് പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ ഈ ഹെലിപ്പാഡിൽ കൽപ്പറ്റയിലെ ഹെലിപ്പാഡിൽ ഇറങ്ങുന്നത്. ഈ സംഘത്തിലെ ഇപ്പോൾ ആദ്യ ഹെലികോപ്റ്ററിൽ ലാൻഡ് ചെയ്ത ഒരു ഹെലികോപ്റ്ററാണ് ഇപ്പോൾ ഈ ഹെലിപ്പാഡിൽ ലാൻഡ് ചെയ്തിരിക്കുന്നത്. മറ്റ് 2 ഹെലികോപ്റ്ററുകൾ ഹെലിപ്പാഡിന് മുകളിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്, വട്ടമിട്ട് പറക്കുകയാണ്. ആദ്യ ഹെലികോപ്റ്ററിൽ നിന്നും ഇതുവരെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥരും സുരക്ഷാ ജീവനക്കാരും SPG ഉദ്യോഗസ്ഥരുമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ കൽപ്പറ്റയിൽ ഇറങ്ങും. റോഡ് മാർഗം ഇവിടെ നിന്നും ചൂരൽമലയിലേക്ക് പോകും. കൽപ്പറ്റ മുതൽ ചൂരൽമല വരെയുള്ള ഭാഗങ്ങളിൽ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. വയനാട് ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സുരക്ഷാ ബന്ദോബസ്താണ് ഒരുക്കിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ തന്നെ 2500ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വയനാട് ജില്ലയിൽ എമ്പാടും വിന്യസിച്ചിട്ടുണ്ട്. മാത്രമല്ല SPGയുടെ പൂർണ്ണമായിട്ടുള്ള സുരക്ഷാ വലയത്തിലാണ് കൽപ്പറ്റയും മേപ്പാടിയും ചൂരൽമലയും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ. ആദ്യ ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഓഫീസ് ഉദ്യോഗസ്ഥരും ആണ് എത്തിയിട്ടുള്ളത്. ആ ഹെലികോപ്റ്റർ ഇവിടെ നിന്നും ഉയരുകയാണ്. രണ്ടാമത്തെ ഹെലികോപ്റ്റർ ഇത് ഉയർന്നതിന് ശേഷം
പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ അടുത്തതായി ഇപ്പോൾ ഇവിടെ ലാൻഡ് ചെയ്യും. ആ ഹെലികോപ്റ്ററിലാണ് പ്രധാനമന്ത്രി ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മൂന്ന് ഹെലികോപ്റ്ററുകളിലായിട്ടാണ് പ്രധാനമന്ത്രിയും സംഘവും കൽപ്പറ്റയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അതിൽ ആദ്യമായി ഈ ലാൻഡ് ചെയ്ത കൽപ്പറ്റയിലെ SKJM സ്കൂൾ ഹെലിപാഡിൽ ലാൻഡ് ചെയ്ത ഹെലികോപ്റ്ററിൽ നിന്നും പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും മറ്റ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരാണ് ഇറങ്ങിയിട്ടുള്ളത്. അടുത്ത 2 ഹെലികോപ്റ്ററുകൾ കൂടിയാണ് ഇവിടേക്ക് ലാൻഡ് ചെയ്യാനുള്ളത്. നിരീക്ഷണം പൂർത്തിയാക്കിയതിനു ശേഷം അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ദുരന്തബാധിതരെ നേരിട്ട് കാണുക ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. സന്തോഷ്, ഈ ചുരൽമലയിലേക്ക് പോകുന്നുണ്ട് പ്രധാനമന്ത്രി, ബെയിലി പാലത്തിലൂടെ നടന്ന് സാഹചര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്, ക്യാമ്പുകൾ സന്ദർശനമുണ്ട്, ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ കാര്യത്തിൽ സന്ദർശനമുണ്ട്. ഇതിനൊരു കൃത്യമായ സമയക്രമം എങ്ങനെയാണ്? കൃത്യമായി 3 മണിക്കൂറാണ് പ്രധാനമന്ത്രി ഇവിടെ കൽപ്പറ്റയിൽ തുടരുക. 3 മണിക്ക് ഇപ്പോൾ ഈ വ്യോമ നിരീക്ഷണം പൂർത്തിയായിട്ടുണ്ട്. ഇനി പ്രധാനമന്ത്രി റോഡ് മാർഗം ചൂരൽമലയിൽ എത്തിയുള്ള സന്ദർശനമാണ് ഉണ്ടാവുക. അതിനുശേഷം ഈ ക്യാമ്പും പിന്നീട് വിംസ് ആശുപത്രിയും സന്ദർശിച്ചതിന് ശേഷമാണ് കലക്ടറേറ്റിലെത്തുക, ഉന്നതതല യോഗം ചേരുക. 3 മണിക്ക് ഇവിടെ നിന്നും പ്രധാനമന്ത്രി തിരിച്ചു പോവുകയും ചെയ്യും. ഹെലികോപ്റ്ററിൽ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പോവുകയും അവിടെ നിന്നും എയർ ഇന്ത്യ 1 വിമാനത്തിൽ ദില്ലിയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. ഏതായാലും ഈ ഒരു 3 മണിക്കൂർ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ ദുരന്തബാധിത മേഖലകളുടെ സന്ദർശനവും അതോടൊപ്പം തന്നെ ഈ യോഗം, ഉന്നതതല യോഗം ഉൾപ്പെടെയുള്ളവ അതിൽ നിന്നുകൊണ്ടാണ് ഈ റോഡ് മാർഗം ചൂരൽമലയിലെത്തി ബെയിലി പാലം സന്ദർശിച്ച് ബെയിലി പാലത്തിലൂടെ നടന്ന് അവിടെയുള്ള ദുരന്തത്തിൻ്റെ വ്യാപ്തി നേരിട്ടറിയുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു യാത്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. വ്യോമ നിരീക്ഷണം പുഞ്ചിരിമട്ടം മുതൽ താഴെ മുണ്ടക്കൈയും ചൂരൽമലയും ഉൾപ്പെടുന്ന ഈ ഒരു ഉരുൾപൊട്ടൽ തകർത്ത് എറിഞ്ഞ ഈ പ്രദേശങ്ങൾ, നാമാവശേഷമാക്കിയ ഈ പ്രദേശങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യോമ നിരീക്ഷണം നടത്തി അതിൻ്റെ വ്യാപ്തി ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ ഇതിൻ്റെ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. ഏതായാലും ഇനി നേരിട്ട് ഈ പറയുന്ന സ്ഥലങ്ങളിലേക്ക് വ്യോമ നിരീക്ഷണത്തിലുപരിയായി ഈ ദുരന്തത്തിൽ ബാധിതരായിട്ടുള്ള ആളുകളുമായി നേരിട്ട് സംവദിച്ചുകൊണ്ട് അവരുടെ ആഘാതത്തിൻ്റെ തീവ്രത മനസ്സിലാക്കാനായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഈ ചൂരൽമലയിലേക്ക് എത്തുന്നതും അവിടുന്ന് സ്കൂൾ റോഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തുന്നതും പിന്നീട് ക്യാമ്പും അതോടൊപ്പം തന്നെ ഈ ആശുപത്രിയും സന്ദർശിച്ച് ഈ ദുരന്തബാധിതരുമായി പ്രധാനമന്ത്രി സംസാരിച്ച് അക്കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. പിന്നീട് അവലോകന യോഗം കലക്ടറേറ്റിലേക്കാണ് ചേരുന്നത്. ഈ കലക്ടറേറ്റിൽ ചേരുന്ന യോഗത്തിൽ വെച്ച് സംസ്ഥാന സർക്കാർ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രിക്ക് മുൻപാകെ അവതരിപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ രണ്ടാമത്തെ ഹെലികോപ്റ്റർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൽപ്പറ്റയിലെ ഈ പ്രത്യേകം തയ്യാറാക്കിയ ഹെലിപാഡിലേക്ക് രണ്ടാമത്തെ ഹെലികോപ്റ്ററാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹെലികോപ്റ്ററിലാണ് പ്രധാനമന്ത്രി ഉള്ളത് എന്നുള്ളതാണ് കരുതുന്നത്. ഈ സംഘത്തിൽ 3 ഹെലികോപ്റ്ററുകളാണ് ഉള്ളത്. അതിൽ ആദ്യ ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരും ഉദ്യോഗസ്ഥരുമാണ് ഇറങ്ങിയത്. രണ്ടാമത്തെ ഹെലികോപ്റ്റർ ഇപ്പോൾ കൽപ്പറ്റയിലെ SKJM സ്കൂൾ ഗ്രൗണ്ടിൽ തയ്യാറാക്കിയ പ്രത്യേകം ഹെലിപാഡിലേക്ക് ഇറങ്ങുകയാണ്. പ്രധാനമന്ത്രി ഈ ഹെലികോപ്റ്ററിലാണ് ഉള്ളത് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇവിടെ നിന്നും മറ്റ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിനായി സംസ്ഥാന മന്ത്രിമാരായ കെ രാജനും OR കേളുവും ജില്ലാ കലക്ടറും അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവി ടി സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെയും ഇവിടെ ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രധാനമന്ത്രിക്ക് ഇവിടെ നിന്നും സ്വീകരിച്ചതിന് ശേഷം പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹവും പുറത്ത് സജ്ജമായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം ഈ ഹെലിപാഡിൽ തന്നെ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നുമായിരിക്കും ഈ വാഹന വ്യൂഹത്തിൽ പ്രധാനമന്ത്രി ചൂരൽമലയിലേക്ക് പോകുന്നത്. ദുരന്തബാധിത മേഖലയിലേക്ക് റോഡ് മാർഗം പോകുന്നത്. ബെയിലി പാലം വരെ മാത്രമായിരിക്കും പ്രധാനമന്ത്രി റോഡ് മാർഗം എത്തി സന്ദർശനം നടത്തുന്നത്. അതിന് മുകളിലേക്കുള്ള മുണ്ടക്കയും പുഞ്ചിരിമട്ടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് റോഡ് മാർഗം പോവുക എന്നുള്ളത് അതീവ ദുഷ്കരമാണ്. അവിടെയുള്ള മാത്രമല്ല SPG നൽകിയ റിപ്പോർട്ട് പ്രകാരം മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള ഒരു ജില്ലയാണ് വയനാട് എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. അതുകൊണ്ട് അതീവ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. സുരക്ഷാ കാരണങ്ങൾ കൊള്ളത് തന്നെയാണ് റോഡ് മാർഗം മുണ്ടക്കൈയിലേക്കും പുഞ്ചിരിമട്ടത്തേക്കും പോകുന്നതിന് SPG ആ ഒരു യാത്രാ പ്ലാൻ വേണ്ട എന്ന് വെച്ചത്. വ്യോമ നിരീക്ഷണം ലാൻഡ് ചെയ്യുന്ന സമയമാണ്. വ്യോമ നിരീക്ഷണം
മാത്രം മതി എന്നുള്ള ഈ ഒരു ഘട്ടത്തിലുണ്ട്. തീരുമാനത്തിലേക്ക് എത്തിയത്. ഏതായാലും ആദ്യത്തെ ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ SPG സംഘങ്ങൾ അടങ്ങിയ ഒരു വലിയ സംഘം അവിടെ എത്തിയിട്ടുണ്ട്. അവർ ഇറങ്ങി അതിനുശേഷം ആ ഹെലികോപ്റ്റർ മടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ ഹെലികോപ്റ്ററാണ് അല്പസമയം മുൻപ് എത്തിയത്. സന്തോഷം, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഇപ്പോൾ അവിടെ എത്തിയതിനു ശേഷം പ്രധാനമന്ത്രി റോഡ് മാർഗമല്ലേ ഈ ദുരന്തബാധിത മേഖലകളിലേക്കും ക്യാമ്പുകളിലേക്കും പോവുക? തീർച്ചയായും കാവ്യ, പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ ഇപ്പോൾ ഹെലിപാഡിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരും ഈ ഹെലികോപ്റ്ററിൽ നിന്നും പുറത്തേക്കിറങ്ങും. ഇവിടെ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും എല്ലാം തന്നെ വാഹന വ്യൂഹവും സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. ആ വാഹന വ്യൂഹത്തിൽ കയറിയായിരിക്കും റോഡ് മാർഗം പ്രധാനമന്ത്രി ചൂരൽ മലയിലേക്ക് പോകുന്നത്. ചൂരൽ മലയിലാണ് ബെയ്ലി പാലം നിർമ്മിച്ചിട്ടുള്ളത്. ആ ബെയ്ലി പാലത്തിൽ കയറി അതിലൂടെ നടന്ന് മുഖ്യമന്ത്രി അവിടെയുള്ള ദുരന്തത്തിൻ്റെ ഒരു ആഘാതം പരിശോധിക്കും. അതോടൊപ്പം തന്നെ ഈ ബെയ്ലി പാലത്തിൻ്റെ സംരക്ഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും സ്കൂൾ റോഡിൽ സന്ദർശനം നടത്തുന്നത്. ഏതായാലും ഈ ചൂരൽമലയിൽ നേരിട്ടിറങ്ങുമ്പോൾ, ബെയ്ലി പാലത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ബെയ്ലി പാലത്തിൽ നിന്നും മുകളിലേക്ക് നോക്കിയാൽ ഈ ഒരു ഉരുൾപൊട്ടൽ നാമാവശേഷമാക്കിയ വീടുകളും കെട്ടിടങ്ങളും പ്രദേശങ്ങളും കൃഷിയിടങ്ങളും എല്ലാം തന്നെ കാണാൻ കഴിയും. അവിടെ നിന്നും ഈ പ്രധാനമന്ത്രി ഇനി ഈ ഭൂപ്രദേശങ്ങൾ കണ്ടതിന് ശേഷം ദുരന്തത്തിൻ്റെ ആഘാതം അനുഭവിക്കേണ്ടി വന്നവർ, ദുരന്തത്തിൻ്റെ ഇരകളാകേണ്ടി വന്നവർ, എല്ലാം നഷ്ടപ്പെട്ടവർ, അവരുമായി നേരിട്ട് സംവദിച്ചുകൊണ്ട് അവർക്ക് പറയാനുള്ളത് കേൾക്കും. അത്തരത്തിലുള്ള പ്രതിനിധികളെ കൂടി മുഴുവൻ ക്യാമ്പിലും ആശുപത്രിയിലുമുള്ള മുഴുവൻ ആളുകളെയും പ്രധാനമന്ത്രി കാണുന്നില്ല. മറിച്ച് അവിടെ ചില പ്രതിനിധികൾ, നേരത്തെ തന്നെ SPG അവിടെ എത്തി പ്രധാനമന്ത്രിയുമായി സംസാരിക്കേണ്ട അവരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. അവരുമായി പ്രതിനിധികളുമായിട്ടായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നത്. നേരിട്ട് ഇതിൻ്റെ ഒരു തീവ്രത പ്രധാനമന്ത്രിക്ക് ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടി കേരളം, സംസ്ഥാന സർക്കാർ കാത്തിരുന്ന പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രധാനമന്ത്രി കൽപ്പറ്റയുടെ മണ്ണിലേക്ക് ഇറങ്ങുകയാണ്. ദുരന്തം വിതച്ച വയനാടിൻ്റെ മണ്ണിലേക്ക് ഇറങ്ങുകയാണ്. കേരളം ഒന്നടങ്കം ആവശ്യപ്പെട്ട കേന്ദ്ര സഹായം, കേന്ദ്രത്തിന് സാമ്പത്തിക സഹായം, ഈ ദുരന്തത്തെ മറികടക്കാൻ വേണ്ടി കേരളം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയുള്ള കേന്ദ്രത്തിൻ്റെ സഹായമാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തെ വളരെ പ്രാധാന്യത്തോടുകൂടിയും പ്രതീക്ഷയോടും കൂടിയാണ് സംസ്ഥാന സർക്കാർ, മാത്രമല്ല വയനാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം, കേരള ജനത ഒന്നടങ്കം നോക്കിക്കാണുന്നത്. പ്രധാനമന്ത്രി കൽപ്പറ്റയുടെ മണ്ണിൽ ഇപ്പോൾ ഇറങ്ങുമ്പോൾ പ്രധാനമന്ത്രി ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ഈ സന്ദർശനം, നേരിട്ടുള്ള സന്ദർശനം പോലും നിശ്ചയിച്ചിട്ടുള്ളത്. ഒരു ദുരന്ത മേഖലയിൽ 3 മണിക്കൂർ പ്രധാനമന്ത്രി ചിലവഴിക്കുക എന്നുള്ളത് വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിൻ്റെ തീവ്രത മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വയനാട്ടിലേക്ക് എത്താനും 3 മണിക്കൂർ ഇവിടെ ഈ ദുരന്തബാധിത മേഖലകളിൽ ഉൾപ്പെടെ സന്ദർശിച്ച് പ്രധാനമായും എല്ലാവരുമായും ഈ ഇതിൻ്റെ ഇരകളായവരും സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികളുമായും മുഖ്യമന്ത്രിയുമായെല്ലാം തന്നെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരളം പ്രതീക്ഷിക്കുകയാണ് ഒരു പാക്കേജ്, കേരളത്തിന് ഈ ദുരന്തത്തിൽ നിന്നും കരകയറുന്നതിന് വേണ്ടിയുള്ള ഒരു സാമ്പത്തിക പാക്കേജ് ഇന്ന് തന്നെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് സംസ്ഥാനം ഒന്നടങ്കം ഉള്ളത്. ഇന്ന് ഈ ഉന്നതതല യോഗത്തിന് ശേഷം ഈ പാക്കേജ് പ്രഖ്യാപിക്കും എന്നുള്ള പ്രതീക്ഷയാണ് മന്ത്രിമാർ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. കേരളം ആവശ്യപ്പെടുന്നത് 2000 കോടിയുടെ രൂപയുടെയെങ്കിലും ഒരു പാക്കേജ്, സമഗ്ര പാക്കേജ് കേരളത്തിന് അനുവദിക്കണം എന്നുള്ളതാണ്. തീവ്ര ദുരന്തമായി ഈ ദുരന്തത്തെ കാണേണ്ടതുണ്ട്. കേരളം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് വയനാട്ടിൽ ഉണ്ടായിട്ടുള്ള ഈ ഉരുൾപൊട്ടൽ ദുരന്തം. അതുകൊണ്ട് തന്നെ ഇതിനെ തീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് പരമാവധി സഹായം കേന്ദ്രം ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഇപ്പോൾ ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങുകയാണ്. പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങി അദ്ദേഹത്തിൻ്റെ വാഹനത്തിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുമാണ് ഈ ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രിയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നവരാണ്.
ഇപ്പോൾ ഈ ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ റോഡ് മാർഗം ഇപ്പോൾ ഇവിടെ നിന്നും പ്രധാനമന്ത്രിയും സംഘവും വാഹന വ്യൂഹത്തിൽ ഇവിടെ നിന്നും ചൂരൽമലയിലേക്ക് പോകും. പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഹെലികോപ്റ്ററിൽ ഉള്ളത് പ്രധാനമന്ത്രിയെ കൂടാതെ പ്രധാനമന്ത്രി ഈ ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൽപ്പറ്റയിലേക്ക് പ്രധാനമന്ത്രി എത്തുകയാണ്. ദുരന്തബാധിത മേഖലകളിൽ വ്യോമനിരീക്ഷണം നടത്തിയതിനു ശേഷം പ്രധാനമന്ത്രി ഇവിടെ എത്തുകയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കൈകൂപ്പി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. മന്ത്രിമാർ കെ രാജനും OR കേളു ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നു. എല്ലാവരെയും കൈകൂപ്പി വണങ്ങിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെയുള്ളവരോട് കൈകൂപ്പി വണങ്ങി സംസാരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, OR കേളു, കെ രാജൻ, ടി സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ളവരുണ്ട്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുണ്ട്. അവിടെ നിന്നും ഇപ്പോൾ എല്ലാവരെയും കൈകൂപ്പിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം വാഹനത്തിലേക്ക് കയറുന്നതിനായി ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും റോഡ് മാർഗമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂരൽമലയിലേക്ക് പോകുന്നത്. അദ്ദേഹം വാഹനത്തിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. വാഹനത്തിനടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. SPG ഉദ്യോഗസ്ഥർ സുരക്ഷാ വലയം തീർത്തിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ഹെലിപാഡിൽ തന്നെ തയ്യാറാക്കി നിർത്തിയിട്ടുള്ള സജ്ജമാക്കി നിർത്തിയിട്ടുള്ള പ്രധാനമന്ത്രി ആ വാഹനത്തിലേക്ക് കയറുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മിനിറ്റുകൾക്കകം തന്നെ ഇവിടെ നിന്നും അല്പസമയത്തിനകം തന്നെ ഈ വലിയ വാഹന വ്യൂഹത്തിൻ്റെ അകമ്പടിയോടെ SPGയുടെ സുരക്ഷാ സംവിധാനങ്ങളോടെ സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ അകമ്പടിയോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ സംസ്ഥാന മന്ത്രിമാർക്കും ഗവർണർക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർക്കും ഒപ്പം ഇവിടെ നിന്നും വാഹന വ്യൂഹത്തിൽ ഈ ദുരന്തബാധിത മേഖലയായ ചൂരൽമലയിലേക്ക് പോകും. അവിടെ ബെയ്ലി പാലത്തിൽ കയറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു ദുരന്തത്തിൻ്റെ ഏറ്റവും വ്യാപ്തി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കും. ദുരന്തം നാശം വിതച്ച വയനാടിൻ്റെ മണ്ണിലേക്കാണ് പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നത്. ഈ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് കേരളത്തിൻ്റെ വയനാട് ജില്ലയുടെ തന്നെ വലിയ ആഘാതം സൃഷ്ടിച്ച ഈ ഉരുൾപൊട്ടൽ നൂറുകണക്കിന് ജീവനെടുത്ത നൂറുകണക്കിന് കുടുംബങ്ങളെ ഇപ്പോൾ എല്ലാം നഷ്ടപ്പെടുത്തിയ ഈ ദുരന്തത്തിൻ്റെ ആഘാതം അത് നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ വയനാട്ടിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഈ ദുരന്തബാധിത മേഖലകളിൽ വ്യോമനിരീക്ഷണം നടത്തിയതിന് ശേഷമാണ് പുഞ്ചിരിമറ്റത്തും മുണ്ടക്കയിലും ചൂരൽമലയിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വ്യോമനിരീക്ഷണം നടത്തിയതിന് ശേഷമാണ് ഈ കൽപ്പറ്റയിലെ ഹെലിപാഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഹെലിപാഡിൽ ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം ഹെലിപാഡിൽ സജ്ജമാക്കി നിർത്തിയ വാഹനത്തിലേക്ക് പ്രധാനമന്ത്രിയുടെ വാഹനത്തിൽ കയറിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും റോഡ് മാർഗം ഈ വാഹന വ്യൂഹം ചൂരൽമലയിലേക്ക് പുറപ്പെടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ചൂരൽമലയിൽ ആണ് ബെയ്ലി പാലം നിർമ്മിച്ചിട്ടുള്ളത്. ആ ബെയ്ലി പാലത്തിനടുത്ത് മുഖ്യമന്ത്രി എത്തും. ബെയ്ലി പാലത്തിൻ്റെ സംരക്ഷണ ചുമതലയുള്ള സൈനികരുമായി പ്രധാനമന്ത്രി സംസാരിക്കും. അതിനുശേഷമായിരിക്കും അവിടെയുള്ള സ്കൂൾ റോഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തുന്നത്. പിന്നീട് ഈ ക്യാമ്പിൽ ദുരിതാശ്വാസ ക്യാമ്പിലെ പ്രതിനിധികളുമായും അതോടൊപ്പം തന്നെ മേപ്പാടി വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെയും പ്രധാനമന്ത്രി നേരിട്ട് കണ്ട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കും. പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ മുഖ്യമന്ത്രിയും അനുഗമിക്കുന്നു. അതിനുശേഷമായിരിക്കും അവിടെയുള്ള സന്ദർശനം പൂർത്തിയാക്കി വീണ്ടും കൽപ്പറ്റയിലേക്ക് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സംഘം തിരിച്ചെത്തുന്നത്. അതിനുശേഷം ഇവിടെ ഉന്നതതല യോഗമാണ്, പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന യോഗമാണ്. യോഗത്തിൽ വെച്ചായിരിക്കും സമഗ്രമായി ഈ ഒരു ദുരന്തത്തെ വിലയിരുത്തുന്നത്. സംസ്ഥാന സർക്കാർ ഈ ദുരന്തത്തിൻ്റെ ആഘാതത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് നൽകുന്നത്. മാത്രമല്ല എങ്ങനെ ഈ ഒരു ദുരന്തത്തെ അതിജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനമായും സംസ്ഥാനം മുന്നോട്ട് വെക്കുന്നത് കേരളത്തിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ഈ ദുരന്തത്തെ മറികടക്കാൻ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കുമായി 2000 കോടി രൂപയുടെ പാക്കേജ് അടിയന്തരമായി അനുവദിക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ സംസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ ആവശ്യമാണ് കേന്ദ്ര സംഘത്തെ ബോധ്യപ്പെടുത്തിയത്. ആ ആവശ്യം തന്നെയാണ് പ്രധാനമന്ത്രിക്ക് മുൻപാകെ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. വയനാട്ടിൽ നിന്ന് മടങ്ങുന്നതിന് മുൻപായി തന്നെ ഇവിടെ വെച്ച് തന്നെ ഈ ഒരു പാക്കേജ് പ്രഖ്യാപിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഇപ്പോൾ സംസ്ഥാനം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തെ കാണുന്നത്. ഏതായാലും പ്രധാനമന്ത്രി ഇപ്പോൾ ഈ ഹെലിപ്പാഡിൽ സ്വന്തം വാഹനത്തിൽ കയറിയിരിക്കുകയാണ്. മറ്റ് വാഹനങ്ങളിൽ ഈ വാഹന
വ്യൂഹങ്ങളിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഉൾപ്പെടെ കയറിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ വാഹന വ്യൂഹം ഹെലിപ്പാഡിൽ നിന്നും യാത്ര തിരിക്കും. ചൂരൽമലയിലേക്കാണ്, മേപ്പാടി വഴി മലയിലേക്കാണ് റോഡ് മാർഗം ഈ വാഹന വ്യൂഹം പോകുന്നത്. പ്രധാനമന്ത്രിയുടെ വാഹനം പുറപ്പെടുകയാണ്. പ്രധാനമന്ത്രിയുടെ വാഹനം കൽപ്പറ്റയിലെ ഹെലിപ്പാഡിൽ നിന്നും പുറപ്പെടുകയാണ്. റോഡ് മാർഗം മേപ്പാടി വഴി ചൂരൽമലയിലെ ബെയിലി പാലത്തിന് സമീപത്തേക്കാണ് ഈ വാഹനവ്യൂഹം പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.